ഞാൻ
പിശാചുക്കൾക്കും അവിശ്വാസികളായ രാജാക്കന്മാർക്കും അധികാരികൾക്കും എതിരായി പോരാട്ടം ചെയ്ത് ജയം നേടുന്നതിന് മോറിഗ്നാത്യോസിന് ശക്തി നൽകിയവരും അവന്റെ പെരുന്നാളും പ്രാർത്ഥനകളും വിശ്വാസികൾക്ക് അനുഗ്രഹമാക്കി തീർത്തവരുമായ കർത്താവിന് സ്തുതി. തനിക്ക് തന്റെ ദാസന്റെ ഓർമ്മ പെരുന്നാൾ അനുഷ്ഠിക്കുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങൾ മുഴുവനിലും സ്തുതിയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സാക്ഷിമരണത്തിന്റെ ഓർമ്മ പെരുന്നാളിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന്റെ പ്രാർത്ഥന മൂലം അവന്റെ പെരുന്നാളിനെ ഭക്തിയായി കൊണ്ടാടുന്ന ജനസമൂഹത്തെ വാഴ്ത്തേണമേ. വിശ്വാസികളെ പീഡിപ്പിച്ചവർക്കെതിരായി ധീരതയോടെ അവൻ നിന്നതിനാൽ അവൻ അവനെ നിർദ്ദയം പീഡിപ്പിച്ച് വധിച്ചു. നിന്റെ പ്രതിയുള്ള കഷ്ടതകളും മരണവും നിമിത്തവും നിന്റെ സന്നിധിയിൽ അവൻ സൗരഭ്യവാസനയുള്ള ബലിയായി സമർപ്പിക്കപ്പെട്ടു. അവന്റെ രക്തം സഭയ്ക്ക് വളവുമായി തീർന്നു. ആ പരിശുദ്ധന്റെ ഓർമ്മയും നിരുശേഷിപ്പും പ്രാർത്ഥന മൂലം വിശ്വാസികളായ ഭക്തജനത്തിന് സുഭിക്ഷതയുള്ള കാലങ്ങളും ശരിയായ സമാധാനം ഉണ്ടാകേണ്ടവേ. പരിശുദ്ധ സഭയിൽ അവന്റെ പെരുന്നാൾ ആഘോഷം നീണാൾ നിലനിൽക്കുകയും അവന്റെ പ്രാർത്ഥനകളാൽ സഭയ്ക്ക് പ്രബല കോട്ടയും സഭാമക്കൾക്ക് അനുഗ്രഹവുമാകേണ്ടവേ. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്ത് ദിവസം നിന്റെ പരിശുദ്ധന്മാരോടും മോറിഗ്നാത്യോസിനോടും ഒരുമിച്ച് ഭാഗ്യം പ്രാപിപ്പാൻ ഞങ്ങളെയും യോഗ്യരാക്കേണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമോറാകേണമേ. പാർക്കുമോർ ഓശോ Amen.
വിശ്വാസികളായ അധികാരത്തിൽ നിന്ന് പദം പ്രാപിച്ച ഇഗ്നാത്യോസ് ന്യൂറോയുടെ മരണം യാഗാർപ്പണം പോലെ അങ്ങ് സ്വീകരിച്ചല്ലോ. നാദാങ്ങിയുടെ സാക്ഷിയുടെ ഓർമ്മയെ ആദരവോടെ ആഘോഷിക്കുന്ന അങ്ങയുടെ അടിയാക്കിട്ടറിയ നോക്കിട്ടിരിക്കുന്ന ഈ രൂപത്തെ പ്രതിയോട് സ്വീകരിക്കണമേ. വിശുദ്ധന്റെ പ്രാർത്ഥന പരിപാടികൾക്ക് വിശ്വാസ സത്യത്തിൽ ഉണക്കുന്നതിലെയും സൂതപരിവർത്തന താല്പര്യവും നൽകണമേ. വിശ്വാസികളാളുകളെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും ഞങ്ങളുടെ സന്നദ്ധിയിലെ ആനന്ദവും നൽകണമേ. ഞങ്ങളുടെ പൗരം ഈ സഹതായോടൊരുമിച്ച് അങ്ങേക്കും പിതാവിനും വിശ്രുഹായിക്കും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓരോ ബഹുക്കുലോ മിൻപറയ്ക്കോ
നയവാൻ പന്ന പോലെ തളർത്തിടുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരുമവൻ ലബനോൻ കായലിൽ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ബാരക്കുമോ മെനവോലം വാദാമുൽവോലം മേനാം. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവേ. ഉന്നതിയോ മഹിമാവുടെ സഹമേന്മാർക്കും ബ്രദറിൽ
Thank you.
from your father's house to a land I will show you. I will make you a great nation. I will bless you and make your name great, and you shall be a blessing. I will bless those who bless you, and curse those who curse you. And in you all the tribes of the earth shall be blessed. Then Abram departed as the Lord said to him, and Lot went with him. Now Abram was 75 years old when he departed from Haran. So Abram took Sarai his wife, and Lot his brother's son, and all their possessions, and every soul they acquired in Haran. And they departed for the land of Canaan. Thus they came to the land of Canaan. Abram passed through the land of the place of Shechem, as far as the oak of Moreh. And the Canaanites were then in the land. And the Lord appeared to Abram and said, to your seed I will give this land. And there Abram built an altar to the Lord who appeared to him. So he moved from there to the mountain east of Bethel, and he pitched his tent with Bethel on the west, and Ai on the east. And there he built an altar to the Lord, and called on the name of the Lord. Then Abram journeyed, going on still south toward to the south. Barak Yimor. The lesson of the prophet Isaiah, chapter 43, verses 1 to 14. Barak Yimor. But now thus says the Lord who created you, O Jacob, and he who formed you, O Israel, fear not, for I have redeemed you. I have called you by your name, you are mine. When you pass through the waters, I will be with you, and through the rivers they shall not overflow you. When you walk through the fire, they shall not be burned, nor shall the flames scorch you, for I am the Lord your God, the Holy One of Israel, your Savior. I give Egypt for your ransom, Ethiopia and Seba in your place. Since you are precious in my sight, you have been honored, and I have loved you. Therefore I will give men for you, and people for your life. Fear not, for I am with you. I will bring you, your descendants from the east, and gather you from the west. I will say to the north, give them up, and to the south, do not keep them back. Bring my sons from afar, and my daughters from the end of the earth. Everyone who has called my name, whom I have created for my glory. I have formed him, yes, I have made him. But out of the blind people who have eyes, and the deaf who have ears, let all the nations be gathered together, and let the people be assembled. Whom are many, they may declare this, and show us former things. Let them bring out their witnesses, that they have been justified, or let them hear and say, it is the truth. You are my witnesses, says the Lord, and my servants whom I have chosen, that you may know and believe me, and understand that I am He. Before me there is no other God, nor shall there be after me. I, even I, am the Lord. Besides me there is no Savior. I have declared and saved. I have proclaimed, and there was no foreign God among you. Therefore you are my witnesses, said the Lord, that I am God indeed. Before the days was, I am He, and there is no one who can deliver out of my hands. I work, and He who will receive it. Thus says the Lord your Redeemer, the Holy One of Israel. For your sake I will send you to Babylon, and bring them all down as fugitives, the Chaldeans who rejoice in their ships,